ഭഗവാൻ കുളപ്പുഴ കാവൽക്കാരനായ കഥ. യുവതിയും സുഭകയും വിധവയുമായ ഒരു സ്ത്രീ. ഭർത്താവ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു. കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭർത്താവിൻ്റെ മരണാനന്തരം അവർ തൻ്റെ ഏക ബന്ധുവായി കരുതിയിരുന്നത് ഗുരുവായൂരപ്പനെ മാത്രമാണ്. എല്ലാ പൂജകളും തൊഴാൻ അവർ പതിവായി അമ്പലത്തിൽ വരുമായിരുന്നു. കാലക്രമത്തിൽ ഈ സ്ത്രീ ഭർത്താവായി ഭഗവാനെ വരിച്ചു. അവരെന്നും കണ്ണെഴുതി പൂമാല ചൂടുമായിരുന്നു. ആരെ കണ്ടാലും വശ്യമായ പുഞ്ചിരി പൊഴിക്കുമായിരുന്നു. ഈ പുഞ്ചിരിക്കുന്ന മുഖഭാഗം അവരെ ഒരിക്കൽ ചെറിയൊരു പരീക്ഷണത്തിൽപ്പെടുത്തുകയുണ്ടായി. ഒരു ദിവസം രാത്രി 11 മണിക്ക് അമ്പലത്തിൽ കൃഷ്ണനാട്ടം കളി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരനായ പുരുഷന്റെ ദൃഷ്ടിയെ ഈ പുഞ്ചിരി പൊഴിക്കുന്ന സ്ത്രീയുടെ മനോജ്ഞരൂപം പെടുവാനിടയായി. അയാളുടെ ദാഹാർത്തമായ മിഴികൾ ഈ സ്ത്രീയുടെ മുഖത്തു നിന്നും മാറാതെയായി. അയാൾ കണ്ണുകൊണ്ട് പലവിധ ആംഗ്യങ്ങളും കാട്ടിത്തുടങ്ങി. അവർ ആ പുരുഷനെ അങ്ങോട്ടും നോക്കാതിരുന്നില്ല. അയാൾക്ക് അവളത്തെ പരിഗ്രഹിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹം ഉത്കൃഷ്ടമായി തീർന്നു. 3 മണിക്കൂർ നേരം ഇടപെടാതെ ആ രാസക്രീഡാ രസം ആസ്വദിക്കുന്ന ആ യുവതിയുടെ അരികിൽ പോയി ചെറുപ്പക്കാരൻ ഇരുന്നു. കൃഷ്ണനാട്ടം കളി തീർന്നുപോയ വിവരം രണ്ടുപേരും അറിഞ്ഞില്ല. കളി തീർന്നപ്പോഴേക്ക് 2 മണി കഴിഞ്ഞിരുന്നു. 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ അമ്പലം നട തുറക്കും. ഇനി പ്രഭാതസ്നാനം കഴിഞ്ഞ് നട തുറന്ന് തൊഴുതതിന് ശേഷം വാസസ്ഥലത്തേക്ക് പോയാൽ മതിയെന്ന് യുവതി തീരുമാനിച്ചു. ഏറിയാൽ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മതിയല്ലോ. ചെറുപ്പക്കാരൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഈ സ്ത്രീയുടെ വാസസ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞു വയ്ക്കണം. പേരെന്താണെന്നും എവിടത്തുകാരിയാണെന്നും ഇതുവരെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഒന്ന് അറിഞ്ഞു വയ്ക്കണം. യുവതി തെല്ലുനേരം ക്ഷേത്രത്തിനകത്തുള്ള നടപ്പുരയിൽ തന്നെ കഴിച്ചുകൂട്ടി. അപ്പോഴും ചെറുപ്പക്കാരൻ അവരുടെ ചലനങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു. തെല്ല് കഴിഞ്ഞപ്പോൾ യുവതി ഭഗവതിക്കെട്ടിനുള്ളിലൂടെ നടന്നു നീങ്ങി. അവർ അമ്പലക്കുളത്തിൽ കുളിക്കാനുള്ള പുറപ്പാടെന്ന് അയാൾക്ക് മനസ്സിലായി. യുവതി വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു നീക്കി കുളിക്കാനിറങ്ങുന്നത് യുവാവ് തുടിക്കുന്ന ഹൃദയത്തോടെ നോക്കി നിന്നു. കുളിക്കടവും പരിസരവും വിജനമായിരുന്നു. ആരും ആ സമയത്ത് കുളിക്കാനെത്തിയിരുന്നില്ല. യുവതിയുടെ അംഗലാവണ്യത്തിൽ മതിമറന്ന് ഹർഷപുളകിതനായ ചെറുപ്പക്കാരൻ ഒരു മാർച്ചാരനെപ്പോലെ പതുങ്ങി പതുങ്ങി ചെന്നു. അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവരെ കടന്നു പിടിക്കാൻ ഒരുമ്പെട്ടു. കാമത്തിന് കണ്ണില്ല എന്ന പഴമൊഴിയെ അനർത്ഥമാക്കിക്കൊണ്ട് അയാൾ അവരുടെ കൈകളിൽ പിടുത്തമിട്ടുകൊണ്ട് കരയിലെ ഒഴിഞ്ഞ മൂലയിലേക്ക് ക്ഷണിച്ചു. എന്നെ വിടൂ, ഞാനിപ്പോൾ ഉറക്കെ നിലവിളിച്ച ആളെ കൂട്ടും. മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത്. എനിക്ക് നിങ്ങളെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ സ്വഭാവം പന്തിയല്ലെന്ന് തോന്നി. ഇവിടെ തൊടാൻ വരുന്നത് ഇതിനാണോ? മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ അപമാനിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഗുരുവായൂരപ്പൻ അവരെ വെറുതെ വിടുകയില്ല. പ്രത്യേകിച്ചും ഭഗവത് സാന്നിധ്യത്തിൽ വെച്ച്. അവർ കിതപ്പോടെ അയാളുടെ പിടിയിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. ഞാനും കണ്ട നേരം മുതലേ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് അല്പനേരമെങ്കിലും നിങ്ങളോട് തൊട്ടിയിരുന്ന് സല്ലപിക്കാൻ കഴിയണമേ എന്ന്. ഇപ്പോൾ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടെന്ന് തോന്നുന്നു. കാമജ്വരം പിടിപെട്ട അയാളുടെ വാക്കുകൾ കേട്ടയുടനെ യുവതി ശുഭിതയായി. അതുവരെ ഉണ്ടായിരുന്ന അടക്കം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അനാവശ്യ കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്നത് വാസ്തവമാണ്. കാരണം നെറ്റിയിലെ ചന്ദനക്കുറിയും വളർന്ന താടിയും കണ്ടപ്പോൾ നിങ്ങളൊരു ഭക്തനാണെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. അത് പറയുമ്പോഴും ആ യുവതിയുടെ കിതപ്പ് വിട്ടകന്നില്ല. ഞാൻ പോകുന്നില്ല. ഞാനിവിടെ തെല്ലുനേരം നിൽക്കാനാണ് ഭാവം. അയാൾ വെല്ലുവിളികൾ നേരിടുകയാണ് ചെയ്തത്. ഇവിടെ നിന്ന് പോവുകയാണ് നല്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്പലം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ കയറി ആക്ഷേപം കൊടുക്കും. കണ്ടാൽ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ. നിന്റെ ഭാവി നീ നശിപ്പിക്കരുത്. എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അങ്ങനെയൊന്നും വേവലാതിപ്പെടേണ്ട. ഞാൻ അവിവാഹിതനാണ്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി അതിനൊന്നും സമ്മതമല്ലെങ്കിൽ വേണ്ട. ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചോട്ടെ. ആ ചെറുപ്പക്കാരൻ യുവതിയെ 2 കൈകൊണ്ടും കെട്ടിപ്പിടിച്ച നേരത്താണ് ഓർക്കാപ്പുറത്ത് കുളങ്കാവൽക്കാരൻ്റെ കടന്നുവരവ്. ആരാണ് ഇവിടെ നിൽക്കുന്നത്? എന്താണ് ഇവിടെ? നിങ്ങൾ ആരോടാണ് സംസാരിച്ചിരിക്കുന്നത്? ശാസനാരൂപത്തിലുള്ള കുളങ്കാവൽക്കാരൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ചെറുപ്പക്കാരൻ ഞെട്ടിത്തെറിച്ചു. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു പതുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ പേരെന്താണ്? സ്വന്തം നാട്ടിലും ഇങ്ങനെയൊക്കെയാണോ പതിവ്? ആ കുളിക്കുന്നത് നിങ്ങളുടെ അമ്മയോ പെങ്ങളെയോ ആണെന്ന് കരുതാം. അവിടെ ഒരാൾ ഇറങ്ങിച്ചെന്ന് അവരെ കടന്നു പിടിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ചെറുപ്പക്കാരൻ്റെ കൈ കടന്നു പിടിച്ചുകൊണ്ട് കരുത്തനായ കാവൽക്കാരൻ ഗുണദോഷിക്കാൻ തുടങ്ങി.
ചോദിച്ചതിന് സമാധാനമില്ലേ? കാവൽക്കാരൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞാൻ എൻ്റെ താക്കോൽ കളഞ്ഞുപോയത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണോ? പുലർച്ചെ 3 മണി പോലും ആകാത്ത സമയത്ത് താക്കോൽ കാണാതെ പോയത്? സ്ത്രീകൾ കുളിക്കുന്നിടത്താണോ താക്കോൽ വയ്ക്കുക? താക്കോൽ നിങ്ങളുടെ അരയിൽ തന്നെ ഉണ്ടാകും. തപ്പി നോക്ക്. ഇത് ഗുരുവായൂരാണ്. ഇവിടെ ആ വക താക്കോലുകൾക്ക് സ്ഥാനമില്ല. തൊഴാൻ വരുന്നവർ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. കാവൽക്കാരൻ്റെ ഹാസ്യം കലർന്ന ആ സംസാര രീതി കണ്ടപ്പോൾ ചെറുപ്പക്കാരൻ്റെ തല താനെ താന്നു. പോയിക്കൊള്ളൂ, ഇനി ഈ ഭാഗത്തെ തിരിഞ്ഞു നോക്കരുത്. ഗൗരവം കലർന്ന കാവൽക്കാരൻ്റെ താക്കീത് കേട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് നടന്നു മറഞ്ഞു. അമ്പലത്തിലെ നിത്യഭജനക്കാരിയും വിധേയവുമായ ആ വാര്യസാരെ നോക്കി കാവൽക്കാരൻ പറയാൻ മറന്നില്ല. മേലിൽ ആ സമയത്ത് സ്ത്രീകൾ അമ്പലത്തിലായാലും തനിച്ചു നടക്കരുത്, സൂക്ഷിക്കണം. വിധവയും സുന്ദരിയുമായ വാര്യസ കൃതാർത്ഥമായ കണ്ണുകളോടെ കാവൽക്കാരനെ നോക്കി സമ്മതഭാവത്തിൽ തലയാട്ടി. മേലെ സൂക്ഷിച്ചു പെരുമാറിക്കൊള്ളാം എന്ന മട്ടിലുള്ള ഐക്യം. ആ കാവൽക്കാരൻ്റെ രൂപത്തിൽ വന്നത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ.